ഓട്ടിസം എന്നത് ഒരുപാട് പേരിൽ ഇപ്പോഴും വലിയൊരു ദുരൂഹതയാണ്. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന 100 കുട്ടികളിൽ ഒരാൾക്ക് വീതം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിൽ മുൻപന്തിയിലുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തും ഇപ്പോഴും വലിയൊരു വിഭാഗം ആളുകൾ ഈ ന്യൂറോളജിക്കൽ ഡിഫറൻസിനെ കുറിച്ച് അജ്ഞരാണ്. എന്നിരുന്നാലും ഓട്ടിസം ഒരു രോഗമല്ല എന്ന വസ്തുത അംഗീകരിക്കുന്ന മറ്റൊരു സമൂഹം വളർന്നുവരുന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. ജീവിതത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു പോവുമായിരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ തികച്ചും ആധുനികവും ശാസ്ത്രീയവുമായ രീതികൾ അവലംബിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയോട് ആവുന്നത്ര അടുപ്പിക്കാൻ ബൈറുഹ ഫൗണ്ടേഷന്റെ ഹോപ്പ് ഏർലി ഇന്റർവെൻഷൻ സെന്ററിന് സാധിച്ചിട്ടുണ്ട്. അത്തരം ശ്രമങ്ങളുടെ ഭാഗമായാണ് വേൾഡ് ഓട്ടിസം ഡേയോടനുബന്ധിച്ച് ഹോപ്പ് ബ്രെയിൻ ബ്രിഡ്ജ് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചത്. മനുഷ്യന്റെ തലച്ചോറിന് 4 ലോബുകളാണുള്ളത്: ഫ്രന്റൽ, പെറൈറ്റൽ, ടെമ്പറൽ ആൻഡ് ഓക്സിപിറ്റൽ. ഓരോ ലോബും വ്യത്യസ്ത നാഡീപ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഓക്സിപിറ്റൽ ലോബ് വിഷ്വൽ പ്രോസസ്സിംഗ് നടത്തുമ്പോൾ ഫ്രന്റൽ ലോബ് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ഇമോഷണൽ റെഗുലേഷൻ എന്നിവ നിയന്ത്രിക്കുന്നു. ഓട്ടിസ്റ്റിക്കായ കുട്ടികളിൽ ചില ലോബുകളുടെ പ്രവർത്തനം വേണ്ട രീതിയിൽ നടക്കാത്തതായി പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇത്തരം ലോബുകളെ ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന 8ഓളം ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബ്രെയിൻ ബ്രിഡ്ജ് രൂപകൽപ്പന ചെയ്തത്. ഹോപ്പിലെ 12 കുട്ടികളാണ് 2 മണിക്കൂർ വീതം 2 ദിവസങ്ങളിലായി നടത്തപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഫ്രന്റൽ ലോബിന്റെ ഫംഗ്ഷൻസ് ആയ പ്ലാനിംഗ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ് എന്നിവയെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ മോട്ടോർ കോഗ്നിറ്റീവ് ആക്ടിവിറ്റി ആയിരുന്നു ആദ്യത്തേത്. മേസിന്റെ ഒരു വശത്തുകൂടെ കടന്ന് മറുവശത്തെ ഫിനിഷിംഗ് പോയിന്റിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കൈക്കലാക്കുക എന്നതാണ് ടാസ്ക്. ഫ്രന്റൽ ലോബിനെ ഉദ്ദേശിച്ച് നടത്തിയ രണ്ടാമത്തെ ആക്ടിവിറ്റി പിക്ചർ പസിൽ. കുട്ടികളുടെ മെമ്മറി, പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ് കേപ്പബിലിറ്റീസ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ടാസ്ക് ഇടകലർത്തി വെച്ചിരിക്കുന്ന ചിത്രഭാഗങ്ങൾ ഓരോന്നായി എടുത്തുകൊണ്ടുവന്ന ശേഷം അവ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക എന്നതായിരുന്നു. പെറൈറ്റൽ ലോബിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിരുന്നു ഫോം പ്ലേ. ഇൻസ്ട്രക്ടർ ഉയർത്തിക്കാണിക്കുന്ന പാറ്റേണുകൾ മുന്നിലെ ഫോമിൽ വരയ്ക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അറ്റൻഷനും സെൻസറി ഇന്റഗ്രേഷനും പരിപോഷിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള രസകരമായ ഈ ടാസ്കോടുകൂടി ബ്രെയിൻ ബ്രിഡ്ജിന്റെ ആദ്യ ദിവസം സമാപിച്ചു. തലച്ചോറിലെ പെറൈറ്റൽ ലോബിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രോപ്രിയോസെപ്ഷനും സ്പേഷ്യൽ അവയർനെസ്സും മെച്ചപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഫ്രൂട്ട് മെർജ് എന്ന ആക്ടിവിറ്റിയോടുകൂടി 2ാം ദിവസം ആരംഭിക്കുകയായി. വ്യത്യസ്ത ആകൃതികളിലുള്ള മോൾഡുകൾ ഉപയോഗിച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത ശേഷം അവയെ ഒരു സ്റ്റിക്കിൽ കോർത്തുകൊണ്ട് ഭംഗിയുള്ള ഫ്രൂട്ട് അറേഞ്ച്മെന്റ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. തലച്ചോറിന്റെ മറ്റൊരു ലോബായ ടെമ്പറൽ ലോബിന്റെ പ്രധാന ഫംഗ്ഷൻസ് ആണ് ലിസണിംഗ്, ഓഡിറ്ററി പ്രോസസ്സിംഗ്, കോംപ്രിഹെൻഷൻ ആൻഡ് മെമ്മറി. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള 2 ആക്ടിവിറ്റീസ് ആയിരുന്നു അടുത്തത്. കുട്ടികൾക്ക് പരിചിതമായ മൃഗങ്ങളുടെയും വാഹനങ്ങളുടെയും ശബ്ദങ്ങൾ കേട്ടു മനസ്സിലാക്കി മുന്നിലിരിക്കുന്ന രൂപങ്ങളിൽ അവയെ തിരിച്ചറിയുക എന്നതായിരുന്നു ഗസ് ദ സൗണ്ട്. ഈ ആക്ടിവിറ്റിയിൽ തങ്ങൾക്ക് കാണാൻ പറ്റാത്ത വിധം ഇരിക്കുന്ന തെറാപ്പിസ്റ്റ് കേൾപ്പിക്കുന്ന ശബ്ദം ശ്രദ്ധിക്കുകയും മുന്നിൽ വച്ചിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും ആ ഉപകരണം തിരിച്ചറിയുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത്. അടുത്ത ലോബായ ഓക്സിപിറ്റൽ ലോബിന്റെ ഫേസ് റെക്കഗ്നിഷൻ, വിഷ്വൽ പ്രോസസ്സിംഗ് സ്കിൽസ് എന്നിവ മെച്ചപ്പെടുത്താനുള്ളതായിരുന്നു ഫാമിലി ട്രീ എന്ന ആക്ടിവിറ്റി.
ഇടകലർത്തി വെച്ചിരിക്കുന്ന ഫോട്ടോകളിൽ നിന്നും തങ്ങളുടെ രക്ഷിതാക്കളുടെ ഫോട്ടോ തിരിച്ചറിയുകയും ചുവരിലെ മരത്തിൽ സ്വന്തം ഫോട്ടോ കണ്ടെത്തി അതിനടുത്ത് ഒട്ടിക്കുകയും വേണം. രണ്ട് നിറത്തിലുള്ള പൂക്കളിൽ നിന്ന് തെറാപ്പിസ്റ്റ് നിർദ്ദേശിക്കുന്ന നിറത്തിലുള്ള പൂവ് എടുക്കുകയും ഫ്ലവർ കട്ടൌട്ടിൽ നിറയ്ക്കുകയും ചെയ്യുക എന്നതായിരുന്നു ബ്ലൂം ആൻഡ് സ്റ്റിക്ക് എന്ന അവസാനത്തെ ആക്ടിവിറ്റി. ഓക്സിപിറ്റൽ ലോബിന്റെ തന്നെ കളർ പെർസെപ്ഷൻ, ഷേപ്പ് റെക്കഗ്നിഷൻ എന്നിവ ഉണർത്താൻ വേണ്ടിയുള്ളതായിരുന്നു ഇത്. ബ്രെയിൻ ബ്രിഡ്ജിന്റെ ഓരോ ആക്ടിവിറ്റിയും കുഞ്ഞുങ്ങളിൽ ചെറുതെങ്കിലും അത്യന്തം പ്രാധാന്യമുള്ള പ്രതികരണങ്ങൾ ഉളവാക്കി. ഇത് ഒരു പരിപാടിയുടെ അവസാനമല്ല, ഒരുപാട് പ്രതീക്ഷകളുടെ തുടക്കമാണ്. ശാസ്ത്രത്തിനെയും സ്നേഹത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട്, ഓരോ കുഞ്ഞിനെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹോപ്പ് യാത്ര തുടരുന്നു.